CPIM നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങളുള്ള വിവാദ കത്തിലെ ആരോപണങ്ങളിൽ ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടിക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. മുഹമ്മദ് ഷർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചു. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ പുകയുകയാണ്. പ്രതിപക്ഷ നേതാവടക്കം അതിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. നേതാക്കൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ആരോപണങ്ങൾ വീണ്ടും വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിൽ തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി ഒരു നിയമ പോരാട്ടത്തിന് MV ഗോവിന്ദൻ മാസ്റ്റർ ഇറങ്ങുന്നത്. എങ്ങനെയാണ് കൂടുതൽ വിവരം? തീർച്ചയായിട്ടും കഴിഞ്ഞ 2-3 ദിവസമായി സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നാണ് ഈ കത്ത് വിവാദം. കാരണം രാജേഷ് കൃഷ്ണ കോടതിയിൽ നൽകിയ ഒരു പരാതിയിൽ ഈ മുഹമ്മദ് ഷർഷാദിൻ്റെ ഒരു കത്ത് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അത് പോളിറ്റ് ബ്യൂറോയ്ക്ക് CPMൽ നടക്കുന്ന അല്ലെങ്കിൽ CPMും രാജേഷ് കൃഷ്ണയുമായി CPMിലെ ചില നേതാക്കന്മാരും രാജേഷ് കൃഷ്ണയുമായി നടത്തിയ ചില ഇടപാടുകളാണ് സർക്കാരിന് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഈ ഇടപാടുകൾ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത ഒരു പരാതി കത്തായിരുന്നു. ആ കത്ത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ മാനനഷ്ട കേസ് രാജേഷ് കൃഷ്ണ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആ വിവരങ്ങൾ പുറത്തു വന്നതോടെ തന്നെയാണ് വലിയ തരത്തിലുള്ള ഒരു ചർച്ച സംസ്ഥാനത്ത് ഉടലെടുത്തത്. ഈ ചർച്ചയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ കത്ത് പോളിറ്റ് ബ്യൂറോയ്ക്ക് മുന്നുണ്ടായിരുന്ന കത്ത് പുറത്തു വരുന്നതിന് പിന്നിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മകൻ ആണ് എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ എത്തിച്ചതും ഈ ഷർഷ ഒരുപക്ഷെ വിവിധ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതും. വിവിധ പദ്ധതികൾ കേന്ദ്രത്തിന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് വെളിയിലുള്ള ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി രാജേഷ് കൃഷ്ണ വലിയ തരത്തിൽ സാമ്പത്തികം സമാഹരിച്ചെന്നും ആ പൈസ പിന്നീട് ചെന്നൈയിലുള്ള ഒരു കമ്പനി വഴി അത് ഈ CPIM നേതാക്കന്മാരുടെ കയ്യിൽ എത്തിച്ചും എന്ന തരത്തിലുള്ള ഒരു പരാതിയായിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. ആ കേസ് നിലനിൽക്കുന്ന സമയത്താണ് ആ കേസിനോടൊപ്പം ഫയൽ ചെയ്തിരിക്കുന്ന മറ്റൊരു കുറിപ്പടിയായിട്ടുള്ളത് ഷർഷാദ് കൊടുത്ത ഒരു കത്താണ് അല്ലെങ്കിൽ ഒരു പരാതിയാണ്. ആ പരാതി പുറത്തു വരുന്നതിന് പിന്നിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ആണ് എന്ന തരത്തിലായിരുന്നു വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും ഒപ്പം ഈ ഷർഷാദ് ഒട്ടുമിക്ക മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് പാർട്ടിക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും ഒക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങൾ ശരിയല്ല എന്ന് തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്തും ഒപ്പം ഒരു മാനനഷ്ട കേസുമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫയൽ ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ വഴിയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി നൽകണം. ഒപ്പം ഏതൊക്കെ മാധ്യമങ്ങളിലൂടെയാണോ താൻ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടുള്ളത് ആ മാധ്യമങ്ങളിലൂടെ തന്നെ താൻ ചെയ്തത് തെറ്റാണ് എന്ന് വിളിച്ചു പറയണം. അല്ലാത്ത പക്ഷം കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ ഒരു മാനനഷ്ട കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവും ഒപ്പം ഈ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ KPC അധ്യക്ഷനുമൊക്കെ വലിയ തരത്തിൽ ഇത് ഈ പരാതിയും ഇതുമായിട്ട് പുറത്തു വന്ന കത്തിനെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു. പാർട്ടിക്ക് തന്നെ ഇത് വലിയ തരത്തിൽ ദോഷമുണ്ടാകുന്ന തരത്തിലേക്ക് ആയിരുന്നു ആ ചർച്ചകൾ നീങ്ങുന്നു. പ്രത്യേകിച്ചും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാർട്ടി നേതൃത്വത്തിലുള്ള ആളിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും കുറിച്ച് ഇത്തരത്തിൽ പറയുന്ന അപക്വത നിറഞ്ഞ വർത്തമാനങ്ങൾ അത് ശരിയല്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിന് ഇനി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മറുപടി നൽകേണ്ടി വരും. കാരണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതിനകത്ത് വിദേശ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നതും. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഇടപാടുകളെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്യാത്തൊരു കുറ്റത്തെക്കുറിച്ച് അനാവശ്യമായി ഇത്തരം കത്തുകൾ എഴുതുകയും പരാതികൾ നൽകുകയും ആ പരാതി പിന്നീട് പുറത്തു വന്നപ്പോൾ അതിൻ്റെ പിന്നാലെ പ്രസ്താവനകൾ നടത്തുന്നതും ശരിയായ രീതിയല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വക്കീൽ നോട്ടീസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്ന നിർദ്ദേശവും ആ കത്തിൽ തന്നെ ഉണ്ട്. ഒപ്പം ഏതൊക്കെ മാധ്യമങ്ങളിലൂടെയാണോ ഈ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് ആ പ്രസ്താവനകൾ ആ മാധ്യമങ്ങളുടെ തന്നെ പിൻവലിക്കണം എന്നാണ് പറയുന്നത്. ഒപ്പം മാതൃഭൂമി പത്രത്തിൽ വന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി എടുത്തു കാണിച്ചുകൊണ്ടാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണെന്നുള്ളത് ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി പോയിരുന്നത്. കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു. എന്നാൽ പോളിറ്റ് ബ്യൂറോ യോഗം ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കത്തില്ല, ചർച്ച ചെയ്യത്തില്ല. പക്ഷേ അത് പല നേതാക്കൾ CPIMൻ്റെ പല നേതാക്കൾക്കും ഈ വിഭാഗത്തിൽ മറുപടി പറയേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും മന്ത്രി P രാജീവ് ഒപ്പം
കെ ബാലൻ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കാനെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ തന്നെ അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ വിവാദം, വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മാനനഷ്ട കേസ് തിരുവനന്തപുരത്തെ കോടതിയിൽ വക്കീൽ മുഖാന്തരം MP ഗോവിന്ദൻ മാസ്റ്റർ ഫയൽ ചെയ്തിരിക്കുന്നത്. ശരി, D. ബിനോയിയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. 3 ദിവസമാണ് ഷർഷാദിന് മുന്നിലുള്ള സമയപരിധി. ഇല്ലെങ്കിൽ മാനനഷ്ട കേസുമായി നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് MP ഗോവിന്ദൻ മാസ്റ്റർ എന്നുള്ളതും കൂടിയാണ് വക്കീൽ നോട്ടീസിൽ കൃത്യമായി തന്നെ ഷർഷാദിന് നൽകിയ വക്കീൽ നോട്ടീസിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളത്. D. ബിനോയിയാണ്.